തൃശൂരിൽ കെട്ടിടത്തിനു മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 3 മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കി. തൃശൂർ ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഓണാഘോഷത്തിന് തുടക്കമിട്ട് അത്തം വന്നെത്തി. അത്തമെത്തിയതോടെ പൂവിപണിയും സജീവമായി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലും പൂക്കൾ എത്തുന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ കെട്ടിടത്തിനു മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. നഗരത്തെ മുൾമുനയിൽ നിർത്തിയ 3 മണിക്കൂറുകൾക്കു ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വലയെറിഞ്ഞ് ഇയാളെ കീഴടക്കി. യുവാവിന് മാനസിക പ്രശ്നമുണ്ടെന്നാണ് സൂചന. വെളിയന്നൂർ ആശാരിക്കുന്നിലെ വീടിന് മുകളിലായിരുന്നു യുവാവ് കയറിപ്പറ്റിയത്. വീട്ടുകാർ താമസമുള്ള സ്ഥലമായതിനാൽ ഇയാൾ ആക്രമണം നടത്തുമോ എന്നും ആശങ്കയുണ്ടായിരുന്നു. അസഭ്യവർഷം നടത്തുകയും ഇഷ്ടികയും ഓടിൻ കഷ്ണങ്ങളും ഇയാൾ വലിച്ചെറിയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഏറെ പണിപ്പെട്ടാണ് ഫയർ റെസ്ക്യൂ സംഘം ഇയാൾ നിൽക്കുന്നിടത്തേക്ക് എത്തിയത്. മുകളിൽ നിന്ന് ആദ്യം വലയെറിഞ്ഞെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു. പിന്നീട് താഴെ നിന്നും വശങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ കയറിയാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത്. പട്ടാമ്പി സ്വദേശിയായ റിൻഷാദാണ് ഇയാളെന്നാണ് അറിവായത്. ഇയാളെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. മീഡിയ ടൈം, തൃശൂർ. തൃശൂർ ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് ജില്ലാതല നിക്ഷേപക സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി കേരളം മാറി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒറ്റക്കെട്ടായി നിരവധി സ്വകാര്യ നിക്ഷേപവും തൊഴിലും സൃഷ്ടിക്കാനായെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ സർക്കാർ വകുപ്പുകളിൽ നിന്ന് അനുമതികളും സേവനങ്ങളും ലഭ്യമാക്കുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന നിക്ഷേപ പ്രോത്സാഹന നിയമങ്ങളെ കുറിച്ചിട്ടുള്ള അവബോധം ഉണ്ടാക്കുക തുടങ്ങി വളരെ ശ്രദ്ധേയമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കേരളത്തിലും പ്രത്യേകിച്ച് തൃശൂർ ജില്ലയിലും നിക്ഷേപങ്ങളും സംരംഭങ്ങളും വേഗത്തിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കേരളം വിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് വണ്ടി പിടിച്ചു പോയവരൊക്കെ അതിനേക്കാൾ വേഗതയിൽ തിരിച്ചു വരാനുള്ള വണ്ടിയിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്ക് കാരണം സാക്ഷ്യമാണ്. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രമാണ് ജില്ലാതല നിക്ഷേപക സംഗമവും ബാങ്കേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത്. ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന വിവിധ നിക്ഷേപ പദ്ധതികളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെ പദ്ധതിയുടെയും അവതരണം നടന്നു. സംരംഭകരും ബാങ്കുകളും തമ്മിലുള്ള മുഖാമുഖം പരിപാടിയും വ്യവസായം തുടങ്ങുന്നതിനാവശ്യമായ അനുമതികളുമായി ബന്ധപ്പെട്ട പാനൽ ചർച്ചയും സംഘടിപ്പിച്ചു. വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ എസ് ഷീബ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ PR സിന്ധു, കെ രാമചന്ദ്രൻ MLA, KSSI ജില്ലാ പ്രസിഡന്റ് ഫിലിപ്പ് A മുളയ്ക്കൽ, ലീഡ് ബാങ്ക് മാനേജർ EK അജയ്, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർമാരായ G പ്രണാബ്, KR ബിന്ദു, KA ജാസ്മിൻ എന്നിവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. മലയാളികളുടെ ഓണാഘോഷത്തിന് തുടക്കമിട്ട് അത്തം വന്നെത്തി. അത്തമെത്തിയതോടെ പൂവിപണിയും സജീവമായി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലും പൂക്കൾ എത്തുന്നത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള ചെണ്ടുമല്ലികൾ, വാടാമല്ലി, അരളി, ജമന്തി, പനിനീർ പുഷ്പം എന്നിവയാണ് പ്രധാനമായി വിപണിയിൽ ഉള്ളത്. എല്ലാ തരത്തിലുള്ള പൂക്കളടങ്ങിയ കിറ്റിന് 50 രൂപ മുതലാണ് വിൽക്കുന്നത്. വഴിയോരങ്ങളിലെല്ലാം താൽക്കാലിക പൂക്കച്ചവടക്കാർ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു. നാട്ടിലുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത പൂക്കളും വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. മലയാളികളുടെ ഓണാഘോഷത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പൂവും പൂക്കളവും. ഇനി വരുന്ന 10 ദിവസം നാടും നഗരവും ഓണാഘോഷത്തിൽ തിമിർപ്പിലായിരിക്കും. മീഡിയ ടൈം, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കുഴൂർ കച്ചേരി ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബിന്റെ 17ാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ മേളയ്ക്ക് തുടക്കമായി. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടെ മത്സരം നടത്തി ഫുട്ബോളിനെയും
അതുപോലെ തന്നെ കായിക പ്രേമികളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായ ഈ കച്ചേരി ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനകീയമായ കായിക മത്സരമാണ് ഫുട്ബോൾ. ഏറ്റവും കൂടുതൽ കാണികളെയും പ്രേക്ഷകരെയും ഒക്കെ സ്വാധീനിക്കുന്ന മത്സരമാണ്, നമുക്കറിയാം. ക്ലബ് പ്രസിഡന്റ് ടി.കെ. മുരളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ മുഖ്യാതിഥിയായി. പഴയ താരങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ സിൽവി സേവ്യർ, പഞ്ചായത്ത് മെമ്പർ റിൻസി കെ.പി. ആന്റോ, സെക്രട്ടറി ഫ്രാൻസിസ് പാറേക്കടൻ, ജനറൽ കൺവീനർ ഇ.കെ. ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഓഗസ്റ്റ് 31 വരെ കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. അപൂർവ സംഗമം തിരുമുക്കുളം സൊസൈറ്റി കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ മടത്തുംപടി ബാലജന സഖ്യം കുട്ടികൾക്കായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ്, മൊബൈലിന്റെ ദുരുപയോഗം മൂലമുണ്ടാകുന്ന അപകടം എന്നിവയെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. അപൂർവ സംഗമം പ്രസിഡന്റ് സിബി മോഹനൻ ചൂളയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ചിത്ര സുബീഷ് കല്ലൻകാട്ടിൽ, മനോജ് കുമാർ തറമേൽ, ബിന്ദു കുരിശിങ്കൽ, ലിസ സിജോ, പണ്ടിപ്പള്ളി എന്നിവർ സംസാരിച്ചു. കഷ്ടപ്പാടുകളാണ് വീട്ടിൽ, എന്നാലും ആ കഷ്ടപ്പാടിൽ നിന്നും ജീവിതത്തിലേക്ക്, അതായത് നെഗറ്റീവായിട്ട് ഒന്നും ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ഉള്ള എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കണ്ടെത്തി അങ്ങനെ തയ്യൽ പഠിച്ചു, മെഴുകുതിരി ഉണ്ടാക്കാൻ പഠിച്ചു, പൂക്കൾ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഓരോ മേഖലകളും കടന്നു വരുന്ന അതിലിങ്ങനെ പഠിച്ചു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് സർക്കാർ മാതൃക ഹോമിയോപ്പതി ഡിസ്പെൻസറി ആയുഷ് ആൻഡ് വെൽനസ് സെന്റർ യോഗ ഹാളിന്റെ ഉദ്ഘാടനം നടന്നു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. യോഗയെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാൻ ഞാനാകത്ത, ഇതിനെക്കുറിച്ച് വലിയ ധാരണയുള്ള ആളല്ല. യോഗ അത്യാവശ്യമൊക്കെ തന്നെ പോയിട്ടുണ്ട്. കോവിഡ് സമയത്ത് അത് നിർത്തിയ ഒരാളുകൂടിയാണ്. തീർച്ചയായിട്ടും യോഗയിലൂടെ നമുക്ക് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന സമ്മർദ്ദങ്ങളൊക്കെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിലാണ്. അതുകൊണ്ട് യോഗ അത്തരം കാര്യങ്ങളിലേക്ക് തന്നെ അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും ഓരോരുത്തരും വിവിധ രൂപങ്ങളിൽ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതില്ലാത്തതായിട്ടുള്ള ഒരാളും ഉണ്ടായില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര എന്തുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും കാരണങ്ങളാൽ എന്തെങ്കിലും സമ്മർദ്ദങ്ങളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാകും എന്നുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ലീന റാണി മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സംഗീത അനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ K. സന്ധ്യ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ C. ധനുഷ് കുമാർ, VN രാജേഷ്, പത്മിനി ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൈബർ ക്രൈം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ലയൺസ് കേരള മൾട്ടിപ്പിൾ ചെയർമാൻ ഷാജു ആന്റണി പാത്താടൻ ഉദ്ഘാടനം ചെയ്തു. Lions Club of Mala, especially Lady Trio of Mala, for organizing such an important program in this particular school. It's really the need of our program. Why? Because we are living in a cyber age. Our day-to-day life is connected with the digital technology, internet, and of course cyberspace. Naturally, cyber risks are there, cyber crimes are there, and of course we have to be safe. So this is to be taken with the seriousness from your side. Are you ready for that? Then I will tell you certain jokes after that. I will come to you. Now we used to say you can live without wife now. ലയൺസ് ക്ലബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഹോളി ഗ്രേസ് ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ മുഖ്യ അതിഥിയായിരുന്നു. സൈബർ സെൽ സിവിൽ പോലീസ് ഓഫീസർ TP ശ്രീനാഥ് ക്ലാസ് നയിച്ചു. MN പ്രവീൺ, ഡോക്ടർ ജീജ തരകൻ, സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിൽ. ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ചുള്ള പരിശോധനയിലാണ് 1 കിലോ 100 ഗ്രാം കഞ്ചാവുമായി
വെസ്റ്റ് ബംഗാൾ നാദിയ ജില്ല ബില്ലുഗ്രാം സ്വദേശി 29 വയസ്സുള്ള ഗൗതം സർക്കാരിനെ കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപും സംഘവും പിടികൂടിയത്. അഴീക്കോട് മേഖലയിലെ കഞ്ചാവ് മൊത്തക്കച്ചവടക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ മോയിഷ് PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ അനീഷ് ഇ പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ T രാജേഷ്, KM സിജാദ്, സനത് സേവിയർ, എക്സൈസ് ഡ്രൈവർ സഞ്ജയ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വൈദ്യരത്നം ഗ്രൂപ്പിന്റെ ആത്മമിത്ര വേദ പുരസ്കാരം ലഭിച്ച ഒറവങ്കര ദാമോദരൻ നമ്പൂതിരിക്ക് പൂപ്പത്തി യോഗക്ഷേമ ഉപസഭ സ്വീകരണം നൽകി. തൃശൂർ ബ്രഹ്മസ്വമഠത്തിൽ പ്രധാന അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ദാമോദരൻ നമ്പൂതിരി കടവല്ലൂർ അന്യോന്യം പോലുള്ള വേദപരീക്ഷകളിലും വേദസമ്മേളനങ്ങളിലും പങ്കെടുത്ത് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പൊയ്യ പഞ്ചായത്തിലെ മികച്ച വനിതാ കർഷക പുരസ്കാരം ലഭിച്ച രതി ഉണ്ണികൃഷ്ണൻ, മികച്ച ക്ഷീരകർഷക പുരസ്കാരം ലഭിച്ച ആശാ രഞ്ജിത്ത് എന്നിവരെയും അനുമോദിച്ചു. ജില്ലാ യുവജന സഭ നടത്തിയ ബാലരാമായണം ഫോട്ടോ മത്സരത്തിൽ പങ്കെടുത്ത ഉപസഭയിലെ എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി. മുൻ ജില്ലാ സെക്രട്ടറി കൃഷ്ണൻ കാവനാട് ഉദ്ഘാടനം ചെയ്തു. ഉപസഭാ പ്രസിഡന്റ് KN വിഷ്ണു അധ്യക്ഷത വഹിച്ചു. വനിതാ സഭ ജില്ലാ സെക്രട്ടറി സുധാ അനന്ത ശർമ്മ, രാകേഷ് പാലഞ്ചേരി, വിനോദിനി കൂടപ്പുഴ, ദീപു N മംഗലം, MK ശങ്കരൻ, ശ്രീധരൻ കടലായിൽ, MK മാധവൻ, ജയശ്രീ ജയപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലയുടെ നേതൃത്വത്തിൽ 27 ബുധനാഴ്ച വൈകിട്ട് 6-ന് ചാലക്കുടി വ്യാപാർ ഭവനിൽ ജോയ് കല്ലിങ്ങലിന്റെ ഫോട്ടോഗ്രാഫി ജീവിതത്തിലെ സുവർണ ജൂബിലി ആഘോഷിക്കും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി മേഖലാ പ്രസിഡന്റ് ജോസ് ചുള്ളിയാടൻ അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഷാജു ലെൻസ്മാൻ, ജോയ് ഡേവിസ്, ടോൾജി തോമസ്, KS അനിൽകുമാർ എന്നിവർ അറിയിച്ചു. ചാലക്കുടി നഗരസഭ 18-ാം വാർഡിൽ നവീകരിച്ച സർക്കാർ ആശുപത്രി ജംഗ്ഷന്റെ ഉദ്ഘാടനവും വാർഡ് സഭയും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് വികസന സമിതി കൺവീനർ സാജൻ പടിക്കൽ അധ്യക്ഷനായി. വാർഡ് കൗൺസിലർ VJ ജോജി, ലയൺസ് ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോറഞ്ചേരി, വിൽസൺ കർലൻ, ബിന്ദു എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ വാർഡംഗങ്ങളെയും 80 വയസ്സ് കഴിഞ്ഞവരെയും യോഗത്തിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ കെട്ടിടത്തിനു മുകളിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 3 മണിക്കൂറുകൾക്ക് ശേഷം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴടക്കി. തൃശൂർ ജില്ലാതല നിക്ഷേപ സംഗമവും ബാങ്കേഴ്സ് മീറ്റും നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ ഓണാഘോഷത്തിന് തുടക്കമിട്ട് അത്തം വന്നെത്തി. അത്തം എത്തിയതോടെ പൂവിപണിയും സജീവമായി. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കൂടുതലും പൂക്കൾ എത്തുന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.